ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വടക്കൻ കേരളത്തിൽ കനത്ത നാശം വിതച്ച് മഴ. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡാമുകളിൽ വെള്ളം നിറയുന്നു. കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവറെ കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായി. അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3 ദിവസത്തെ മഴക്കെടുതിയിൽ വൈദ്യുത വിതരണ സംവിധാനത്തിന് 37.64 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി കെഎസ്ഇബി. ദേശീയ നഗര ഉപജീവന ദൌത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിൽ തുടർച്ചയായി 7ാം വട്ടവും കേരളത്തിന് ദേശീയ പുരസ്കാരം. ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വടക്കൻ കേരളത്തിൽ കനത്ത നാശം വിതച്ച് മഴ തുടരുന്നു. സംസ്ഥാനത്ത് 11 വീടുകൾ പൂർണ്ണമായും 323 വീടുകൾ ഭാഗികമായും തകർന്നു. 62 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1473 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തിയും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപം ശക്തി കൂടിയ ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ വ്യാപക നാശനഷ്ടം. കക്കയം ഡാമിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ശക്തമായ മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറി മരങ്ങൾ കടപുഴകി വീണും കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ കോഴിക്കോട് താലൂക്കിലുണ്ടായിരുന്ന 5 ക്യാമ്പുകൾക്ക് പുറമെ 3 ക്യാമ്പുകൾ കൂടി പുതുതായി ആരംഭിച്ചു. 77 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. 40ഓളം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെയുണ്ടായ മഴയിൽ വെള്ളം കയറിയും മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും മറ്റുമായി 21 വീടുകൾ ഭാഗികമായി തകർന്നു. കക്കയം ഡാമിൽ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്ന സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കുറ്റ്യാടി പുഴയിലും മാഹി പുഴയിലും ചാലിയാറിന്റെ കഴിവഴികളായ ഇരുവഴിഞ്ഞി പുഴയിലും പൂനൂർ പുഴയിലും ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ജില്ലയിലെ കടൽക്ഷോഭമുണ്ടായ പ്രദേശങ്ങളിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പിന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 12 എണ്ണം പൂർണ്ണമായും തുറന്നു. 4 ഷട്ടറുകൾ 100 സെന്റിമീറ്റർ ഉയർത്തി. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ഇന്ന് രാവിലെ മഴയ്ക്ക് നേരിയ ശമനം. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കഴിഞ്ഞ 3 ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഉച്ചവരെ ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇടുക്കിയിലാകെ ശരാശരി 32.8 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയെ തുടർന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഇടുക്കി ഡാമിൽ കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ 2 അടി വെള്ളമാണ് ഉയർന്നത്. 2352.92 നിലവിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാർ ഡാമിലും ജലനിരപ്പ് ഉയർന്ന് 127.35 അടിയിലെത്തി. മലങ്കര, കല്ലാർകുട്ടി, പാമ്പള എന്നീ ഡാമുകളുടെ ഷട്ടർ ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. കാലവർഷക്കെടുതികളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും കാലാവസ്ഥാ വകുപ്പ് നൽകിയ ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കനത്ത ജാഗ്രതയാണ് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ കാലവർഷത്തിലും ശക്തമായ കാറ്റിലും ഇന്നലെയും ഇന്നുമായി 3 വീടുകൾ പൂർണ്ണമായും 30 വീടുകൾ ഭാഗികമായും തകർന്നു. മാതമംഗലത്തിനടുത്ത് പെരുവാമ്പയിൽ ഒഴുക്കിൽപ്പെട്ടുവെന്ന് കരുതുന്ന സ്ത്രീയെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ തുടരുന്നു. അഗ്നിരക്ഷാസേനയും പോലീസും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. കണ്ണൂർ താഴേച്ചുവ, കാനാമ്പുഴ നിറഞ്ഞൊഴുകുന്നു. വയനാട്ടിൽ 4 ദിവസമായി പെയ്യുന്ന മഴയ്ക്ക് ഇന്ന് നേരിയ ശമനം. വെള്ളം കയറിയതിനാൽ വിവിധയിടങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടാൽ നിറഞ്ഞിരിക്കുകയാണ്. 26 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1500ലധികം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. കബിനി നദി കരകവിഞ്ഞതിനാൽ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. വാളാട് അമ്പലക്കടവിന് സമീപം പുഴയിൽ കാൽ കഴുകുന്നതിനിടയിൽ വാളാട് സ്വദേശി സന്തോഷ് പുഴയിൽ അകപ്പെട്ടു. തുടർന്ന് റെസ്ക്യൂ ടീമെത്തി സന്തോഷിനെ രക്ഷിച്ചു. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇന്ന് മന്ത്രിമാർ സന്ദർശിക്കും. കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷം ജില്ലയുടെ ചാർജ് വഹിക്കുന്ന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളുവും വിവിധ ക്യാമ്പുകൾ സന്ദർശിക്കും. കാസർഗോഡ് ജില്ലയിൽ 5 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ വൻ നാശനഷ്ടം. ഇന്നലെ വൈകിട്ട് കർണാടക വനത്തിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ജില്ലയിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദവിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വാഹനങ്ങൾ തകർന്നു. ഇന്നലെ രാത്രി കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് തേജസ്വിനി പുഴയും കാര്യങ്കോട് പുഴയും കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇതോടെ സമീപ പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ചെറുവത്തൂരിലെ പൊടോത്തുരുത്തി ക്ഷേത്രത്തിലും വെള്ളം കയറി. പൊടോത്തുരുത്തിയിലെ 5 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ചാത്തമത്ത് 7 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിലെ 4 പേരെ ചാത്തമത്ത് ആലിയിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന പുഴകളായ ചന്ദ്രഗിരി പുഴയും മധുവാഹിനി പുഴയും ഷിറിയ പുഴയുമെല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഈ മാസം 15 മുതൽ 17 വരെ മഴക്കെടുതിയിൽ കേരളത്തിലാകെ വൈദ്യുത വിതരണ സംവിധാനത്തിന് 37.64 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി KEB അറിയിച്ചു. കാലവർഷക്കെടുതിയെ തുടർന്നുണ്ടാകുന്ന വൈദ്യുതി സംബന്ധമായ പരാതികൾ പരിഹരിക്കാൻ സർക്കിൾ തല കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അതത് സെക്ഷൻ ഓഫീസുകളിലോ 9496010101 എന്ന നമ്പരിലോ അറിയിക്കണം. പരാതികൾ 1912 എന്ന നമ്പരിലോ 9496001912 എന്ന നമ്പരിലോ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ കർണാടക യാത്രയ്ക്കിടെ കാണാതായെന്ന് പരാതി. ശക്തമായ മഴയിൽ കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് വിവരം ലഭിക്കാതായത്. ഉദ്യോഗസ്ഥ തലത്തിൽ കർണാടകവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പ്രതികരിച്ചു. വിവരങ്ങൾ ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. വിഷയം കർണാടക സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി MK രാഘവൻ MP അറിയിച്ചു. കർണാടകയിൽ മലയാളി മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണുവിന് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവസ്ഥലത്തെ ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ദേശീയ നഗര ഉപജീവന ദൌത്യം മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിന് ദേശീയ തലത്തിൽ കേരളത്തിന് വീണ്ടും അംഗീകാരം. പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ 2023-24 സ്പാർക്ക് റാങ്കിങ്ങിലാണ് കേരളം ഒന്നാമതെത്തിയത്. 7 തവണ സ്പാർക്ക് അവാർഡ് നേടുന്ന ഏക സംസ്ഥാനമായി കേരളം മാറി. കുടുംബശ്രീയാണ് പദ്ധതിയുടെ നോഡൽ ഏജൻസി. വാഹനങ്ങളിലെ നിയമപരമല്ലാത്ത രൂപമാറ്റങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. മോട്ടോർ വാഹന വകുപ്പിന്റെ സമൂഹ മാധ്യമ പേജുകളിലൂടെയാണ് മന്ത്രിയുടെ അഭ്യർത്ഥന. രൂപമാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ വനിതയ്ക്കെതിരായ അതിക്രമ പരാതിയിൽ ജീവനക്കാരനെതിരെ കേസെടുത്തു. വെള്ളയിൽ പോലീസാണ് കേസെടുത്തത്. ആരോപണ വിധേയനായ ഫിസിയോതെറാപ്പിസ്റ്റ് B മഹേന്ദ്രൻ നായരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിന് ഇന്ന് ശ്രീലങ്കയിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും നേപ്പാളും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7-ന് രണ്ടാം മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. ടൂർണമെന്റിൽ 8 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. കായിക പ്രതിഭകളെ ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്താനുള്ള ഖേലോ ഇന്ത്യ റൈസിംഗ് ടാലന്റ് ഐഡന്റിഫിക്കേഷൻ പദ്ധതി കീർത്തിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സൌത്ത് സോൺ സബ് ജൂനിയർ ഹോക്കി ഇന്നു മുതൽ കൊല്ലം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കും. കേരള, തമിഴ്നാട്, കർണാടക, പുതുച്ചേരി, തെലങ്കാന, ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്ന് ആൺ പെൺ വിഭാഗങ്ങളിലായി 12 ടീമുകൾ മത്സരിക്കും. 6 മാസത്തിനിടെ തിരുവനന്തപുരം നഗരത്തിൽ 163 കേസുകളിലായി 35 കോടിയുടെ ഓൺലൈൻ തട്ടിപ്പ് നടന്നതായി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നിധിൻ രാജ് അറിയിച്ചു. തട്ടിപ്പിനിരയായാലോ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടാലോ 1930 എന്ന നമ്പരിൽ വിളിച്ച് പരാതി രജിസ്റ്റർ ചെയ്യണം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ മാസം 20 മുതൽ ദർശന സമയത്തിൽ മാറ്റം. രാവിലെ 6:30 മുതൽ 7 വരെയും 8:30 മുതൽ 10 വരെയുമാണ് ദർശന സമയം. വൈകിട്ട് 5 മുതൽ 6:15 വരെയും 6:45 മുതൽ 7:20 വരെയും ദർശനം അനുവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കൻ കേരളത്തിൽ കനത്ത നാശം വിതച്ച് മഴ. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് വ്യാപക മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡാമുകളിൽ വെള്ളം നിറയുന്നു. കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവറെ കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായി. അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 3 ദിവസത്തെ മഴക്കെടുതിയിൽ വൈദ്യുത വിതരണ സംവിധാനത്തിന് 37.64 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി KEB. ദേശീയ നഗര ഉപജീവന ദൌത്യം മികച്ച രീതിയിൽ നടപ്പാക്കിയതിൽ തുടർച്ചയായി 7ാം വട്ടവും കേരളത്തിന് ദേശീയ പുരസ്കാരം. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.